ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ യാത്ര ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പോൾ ഐ വെൽക്കം എവ്രി വൺ ടു മൈ ന്യൂ വീഡിയോ. ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ 30th സീസണാണ്. ഇതിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നത് 15th October 2025 അത് ഈ സീസൺ നെക്സ്റ്റ് ഇയർ May 10th 2026 വരെ ഓപ്പൺ ആണ്. ഈ വർഷത്തെ ടിക്കറ്റ് റേറ്റിംഗ്സ് ആണ് 30 dirhams per person. ഇതൊരു 30th സീസൺ ആയതുകൊണ്ട് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അവർ ഈ വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എ ഗാർഡൻ ഓഫ് ദ വേൾഡ് അതൊരു പുതിയ എഡീഷനാണ് ഗ്ലോബൽ വില്ലേജിലേക്ക്. പിന്നെ 3500 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, 250 ഡൈനിങ് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ മോർ ദാൻ 200 റൈഡ്സ്, ഗെയിംസ് ആൻഡ് അട്രാക്ഷൻസ് ഉണ്ട്. എൻട്രൻസിൽ തന്നെ ഇതാണ് ഹലീമ തായ് മസാജ് സെൻറ്റർ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്കായി ഒരു വെൽക്കം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം 30th സീസൺ ആയത് കാരണം ദർ ആർ 30 കൾച്ചറൽ പവീലിയൻസ് ഇൻ ഗ്ലോബൽ വില്ലേജ് ദിസ് ഇയർ. ഓരോ രാജ്യത്തിൻ്റെ പവീലിയന് അതൊരു മിനി അംബാസഡറാണ് ഫോർ ഇറ്റ്സ് ട്രഡീഷൻ, ഫുഡ്, ക്രാഫ്റ്റ് ആൻഡ് ആർക്കിടെക്റ്റ്. Each pavilion in Global Village is a world of its own. അത് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ് ടു റിഫ്ലെക്ട് ദ കൾച്ചർ, ആർക്കിടെക്ട് ആൻഡ് ദ ട്രഡീഷൻ ഓഫ് ദ കൺട്രി ഇറ്റ് റിപ്രസെൻറ്റ്സ്. നമ്മൾ ഒരു പവലിയനിൽ സ്റ്റെപ്പ് ഇൻസൈഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ആ കൺട്രിയിലോട്ട് എത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈച്ച് പവലിയനിൽ അവർ നല്ല ഒത്തൻറ്റിക് ഫുഡ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ്, പിന്നെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, പിന്നെ അതുകൂടാതെ ലൈവ് പെർഫോമൻസസും നമുക്കവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പവലിയൻ്റെ പുറത്ത് സ്ട്രീറ്റ്സിലാണെങ്കിലും നല്ല എൻജോയ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ക്ലൗൺസ് വിത്ത് മ്യൂസിക് അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അത് എൻജോയ് ചെയ്തു. ഇത് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു തുടങ്ങി. പിന്നെ ഓരോ പവലിയൻ ഇങ്ങനെ കണ്ടും ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു മുന്നോട്ട്. പിന്നെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ആണ് വീക്ക് ഡേയ്സ്, ദാറ്റ് ഈസ് നോൺ ഹോളിഡേയ്സ്. അത് യൂഷ്വലി ലെസ് ക്രൗഡഡ് ആയിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വെയർ കംഫർട്ടബിൾ ഷൂസ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി ലാർജ് ഏരിയ. എവിടെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പം നമ്മൾ കംഫർട്ടബിൾ ഷൂസായിട്ട് വന്നാലേ നമുക്കൊന്ന് നടന്നത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരാനൊന്നും പറ്റില്ല. ബിക്കോസ് ഒരു 2-3 പ്രാവശ്യം വന്നാലേ നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജ് മൊത്തമായിട്ട് കണ്ട് തീർക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ 30th സീസണിൻ്റെ കേക്ക്. പിന്നെ അവിടെ ഇതൊരു കോർണറിൽ നിന്ന് ഞാൻ ചുറ്റിനും ആ ഗ്ലോബൽ വില്ലേജിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇറ്റ്സ് റിയലി വെരി ഗുഡ് ആൻഡ് കളർഫുൾ. The Fast Live Stunt Show is one of the most thrilling attractions at Global Village. അപ്പോൾ ഇതിനെയും നമ്മൾ ഒരു എക്സ്ട്രാ 20 dirhamsൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് പോകാൻ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ ഒരു 6:30യുടെ ഷോയിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആൻഡ് അപ്കമിങ് വീഡിയോയിൽ ഞാൻ ആ ഫുൾ ഷോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ ലൈവ് സ്റ്റണ്ട് ഷോ. ഇതാണ് ദ മെയിൻ സ്റ്റേജ് ഓഫ് ദ ഗ്ലോബൽ വില്ലേജ്. ഈ മെയിൻ സ്റ്റേജിലാണ് വെറൈറ്റി ഓഫ് ഷോസ് നമുക്കിവിടെ കാണാം. ലൈക്ക് കൾച്ചറൽ പെർഫോമൻസസ് ഫ്രം ഈച്ച് കൺട്രി, സ്റ്റണ്ട് ഷോസ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ലൈവ് കോൺസേർട്സ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ
അവിടെ ഇങ്ങനെ ഈ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഈ ഡാൻസ് പെർഫോമൻസ് ഒക്കെ എൻജോയ് ചെയ്തു. എക്സ്പോ പ്ലാനറ്റ് സിറ്റി ഒരു ഫ്യൂച്ചറിസ്റ്റിക് അട്രാക്ഷനാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ സ്പേസ് തീംഡ് എൻവയറമെൻറ്റ് വെർ വിസിറ്റേഴ്സ് ക്യാൻ എൻഗേജ് വിത്ത് ഇൻറ്ററാക്റ്റീവ് എക്സിബിറ്റ്സ് സിമുലേറ്റിംഗ് ലൈഫ് ഓൺ എ ഡിസ്റ്റൻറ്റ് പ്ലാനറ്റ്. ഇതിനൊക്കെ കയറണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ മോളും കൂടി 40 ദിറംസാണ് പെർ പേഴ്സൺ. അങ്ങനെ ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അകത്തോട്ട് പോയി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്പേസിൽ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇത് ഓൺലി തിങ് ഈസ് ഓൺലി 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് ബിക്കോസ് ഒരു 15 മിനിറ്റ്സെങ്കിലും വേണമായിരുന്നു. ബിക്കോസ് വി ആർ സ്പെൻഡിങ് സോ മച്ച് ആൻഡ് കമ്മിങ് ഇൻസൈഡ്. സോ ഐ വുഡ് റിക്വസ്റ്റ് ദം ടു എക്സ്റ്റെൻഡ് ദ ടൈമിംഗ് ഫോർ ദിസ് ബിക്കോസ് 5 മിനിറ്റ്സ് ഇസ് ടു ലെസ്. എനിവേസ് അതൊക്കെ കണ്ടു ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെയും മെയിൻ സ്റ്റേജിൻ്റെ അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ തായ്ലാൻഡ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് 6:30 സ്റ്റണ്ട് ഷോ കാണാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തായ്ലാൻഡ് ഡാൻസ് കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരുന്നു.